ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് മമ്മൂക്കയുടെ ഭ്രമയുഗം പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ പോകും. അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിയേറ്ററിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം എങ്ങനെയായിരിക്കും ഒരു സിനിമ നമ്മളെ അതെ. ട്രീറ്റ് ചെയ്യാൻ പോകണമെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ ഒരു പടം അങ്ങനെ കണ്ടിട്ടില്ല, തിയേറ്റർ കണ്ടിട്ടില്ലല്ലോ. അതെ, തിയേറ്ററിൽ ഇപ്പൊ ഈ ഒരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ക്വാളിറ്റി മറ്റുള്ള എല്ലാ സെറ്റപ്പ് പോയപ്പോ എല്ലാ തിയേറ്ററിലും. അപ്പൊ അതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടാവും നമുക്ക് കണ്ടറിയണം. തിയേറ്റർ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സിനിമ കാണാൻ പോണത്. പിന്നെ പ്രത്യേകം പ്രസ് മീറ്റിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമിത പ്രതീക്ഷ വെച്ചിട്ട് ഈ ഒരു സിനിമയ്ക്ക് ആരും പോകരുത്, ഒരു വൈറ്റ് പേപ്പർ ആയിട്ട് പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒന്നുമില്ലാതെ പോവുക, മനസ്സ് ശൂന്യാക്കി പോവുക. അവിടെ പോയിട്ട് എന്താണ് കിട്ടുന്നത്? നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അത്രേ ഉള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് ഇപ്പൊ അടുത്തൊരു സിനിമക്ക് പോയപ്പോ പേര് കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കില്ല, അത്ര അവസ്ഥയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സിനിമ കാണാൻ പോവാണ്. മമ്മൂക്കാന്റെ ഇതുവരെ കാണാത്ത ഒരു ഗംഭീര വേഷം. 400 അധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇതുപോലത്തെ ഒരു മമ്മൂക്കനെ ഈ 400 സിനിമയിൽ നമ്മള് ഇതുവരെ കാണാത്തൊരു ക്യാരക്ടർ, ഒരു റോളാണെന്നൊക്കെ പറഞ്ഞു കേട്ടത്. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പരീക്ഷണ ചിത്രമാണ് ഈ ഒരു സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡിൽ വരുന്നൊരു പടം, പിന്നെ കഥയും അതേപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണെന്നാണ് കേട്ടത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു പടം കണ്ടു ഇറങ്ങിയിട്ട് ജെനുവിൻ ആയിട്ട് റിവ്യൂ നമ്മൾ എന്തായാലും നമ്മൾ മാക്സിമം നേരത്തെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങൾ സിനിമക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ സിനിമ നമ്മള് മോഹൻലാലിന്റെ തിയേറ്ററിൽ വെച്ചിട്ട് മമ്മൂക്കയുടെ സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ എത്രത്തോളം അത് ഹൗസ്ഫുൾ ആവും? കാരണം ഞങ്ങൾ ഇന്നലെ നോക്കുമ്പോ തന്നെ എല്ലാവർക്കും പ്രതീക്ഷയാണ്. കാരണം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ആളുകളെ അത് ശരിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരു വർക്കിന്റെ ആയിട്ട് പോലും ഇത്രയും തിരക്ക് വരാൻ കാരണം ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഈ ഒരു ഫസ്റ്റ് ഷോ ഫുള്ളാണ്. അത് ദിവസത്തെ എല്ലാ ഷോസും ഫുള്ളാണ്. എന്തായാലും ഒരുപാട് ആകാംക്ഷ ഉണ്ട്. ആ ആകാംക്ഷ നിലനിർത്താൻ ഒരു സിനിമക്ക് സാധിക്കട്ടെ. അപ്പൊ റിവ്യൂ സിനിമ കണ്ടിട്ട് നമുക്ക് നേരെ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ റിവ്യൂ, ഇപ്പൊ നെഗറ്റീവ് ആണ് നെഗറ്റീവ്, പോസിറ്റീവ് ആണ് പോസിറ്റീവ്. അത് ഞങ്ങൾക്ക് തോന്നിയ എന്തായാലും ഞങ്ങൾ എന്താണോ അത് ഞങ്ങൾ പറയും. അപ്പൊ നമ്മളത് പറയുന്നതാണെന്നുകൊണ്ടല്ല, കാണാൻ പോകുന്ന ആൾക്കാർക്കും ഒരു ഉപകാരമാണ്. ചിലപ്പോ ചില ആൾക്കാരുണ്ടാവും മാറ്റി വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സിനിമയ്ക്ക് വന്നിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്തായാലും അതൊന്നൊന്ന് നോക്കാം. എന്തായാലും നല്ല തന്നെ പറയാം, യാതൊരു സംശയം വേണ്ട. അപ്പൊ എന്തായാലും തിയേറ്ററിൽ ആദ്യം കാണാൻ പോകുന്ന ഒട്ടുമിക്ക ആൾക്കാർ, ഈ ജനറേഷനിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ആദ്യമായിട്ട് ബ്ലാക്ക് അന്നത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല ഇന്നത്തത്. അതെ, സൗണ്ട് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി എല്ലാം കൊണ്ടും വേറെ ലെവലാണ് ഇപ്പത്തെ കാലം. അപ്പൊ എന്തായാലും തിയേറ്റർ പോയി ഞങ്ങളെ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉടൻ തന്നെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.